അതിവേഗം പായുന്ന ജീവിതവും നഷ്ടമാകുന്ന നിദ്രയും. ആധുനിക യുഗത്തിന്റെ അതിവേഗ പാച്ചിലിൽ മനുഷ്യന് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നിധികളിൽ ഒന്നാണ് ശാന്തവും സുഖകരവുമായ ഉറക്കം. പകൽ മുഴുവൻ നീളുന്ന കഠിനാധ്വാനത്തിനും മാനസിക സമ്മർദ്ദങ്ങൾക്കും ശേഷം കിടക്കയിലേക്ക് വീഴുമ്പോൾ മനസ്സിനും ശരീരത്തിനും പൂർണ്ണമായ വിശ്രമം നൽകേണ്ട രാത്രികൾ പലർക്കും ഇന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനുള്ള ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. ഉറക്കമില്ലായ്മ കേവലം ഒരു അസ്വസ്ഥത മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെയും ഹൃദയാരോഗ്യത്തെയും സാവധാനം തകർക്കുന്ന ഒരു നിശബ്ദ വില്ലനാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉറക്കമില്ലായ്മ എന്ന വലിയ പ്രതിസന്ധിക്ക് ശാസ്ത്രീയമായ പരിഹാരവുമായി ജോർജിയയിലെ പ്രശസ്ത കാർഡിയോ തൊറാസിക് സർജൻ ഡോക്ടർ ജെറമി ലണ്ടൻ രംഗത്തെത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ വെറും ഒരു ഉപദേശമല്ല, മറിച്ച് സുഖനിദ്രയിലേക്കുള്ള വഴികാട്ടിയാണ്. നിശബ്ദ വില്ലനാകുന്ന രാത്രി ഭക്ഷണം. നമ്മുടെ ഉറക്കത്തെ തകിടം മറിക്കുന്ന ഏറ്റവും വലിയ വില്ലൻ നമ്മൾ രാത്രി വൈകി കഴിക്കുന്ന അമിത ഭക്ഷണമാണെന്ന് ഡോക്ടർ ജെറമി ലണ്ടൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ജോലി തിരക്കുകൾ കഴിഞ്ഞ് രാത്രി വൈകി വീട്ടിലെത്തി വയറു നിറയെ ആഹാരവും കഴിച്ച് തൊട്ടു പിന്നാലെ ഉറങ്ങാൻ കിടക്കുന്ന ശീലം ഭൂരിഭാഗം മലയാളികൾക്കുമുണ്ട്. എന്നാൽ ഈ ശീലം നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ പാടെ തകർക്കും. വയറു നിറഞ്ഞിരിക്കുമ്പോൾ ശരീരം ആഹാരം ദഹിപ്പിക്കാനുള്ള കഠിനമായ പ്രയത്നത്തിലായിരിക്കും. ഇത് ശരീരത്തിന്റെ ആന്തരിക താപനില വർദ്ധിപ്പിക്കുകയും മസ്തിഷ്കത്തിന് ശാന്തമാകാൻ കഴിഞ്ഞെന്ന് വരികയുമില്ല. ഉറങ്ങാൻ കിടക്കുന്നതിന് കുറഞ്ഞത് 1-2 മണിക്കൂർ മുമ്പെങ്കിലും രാത്രി ഭക്ഷണം പൂർത്തിയാക്കണമെന്നാണ് ഡോക്ടർമാരുടെ ശക്തമായ നിർദ്ദേശം. ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ഉറക്കത്തെ എത്രത്തോളം ആഴമുള്ളതാക്കുമെന്ന് സ്വയം പരീക്ഷിച്ചറിയാവുന്നതേ ഉള്ളൂ. ചൂടുവെള്ളത്തിലെ കുളിയും ശരീരത്തിന്റെ താപനിലയും. സുഖകരമായ ഉറക്കത്തില് ശരീരത്തെ നയിക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കുന്ന രണ്ടാമത്തെ അത്ഭുത വിദ്യ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഇളം ചൂടുവെള്ളത്തിലുള്ള കുളിയാണ്. മനുഷ്യ ശരീരത്തിന്റെ സ്വാഭാവികമായ ജൈവ ഘടികാരം അനുസരിച്ച് ഉറങ്ങാറാകുമ്പോൾ ശരീരത്തിൽ താപനില സ്വയം കുറയാൻ തുടങ്ങും. ഇതാണ് ഉറക്കം വരുന്നു എന്നതിന്റെ പ്രധാന സൂചന. നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കുകയും കുളി കഴിഞ്ഞ് മാറുമ്പോൾ ശരീരം വേഗത്തിൽ തണുക്കാൻ തുടങ്ങുകയും ചെയ്യും. ഈ പെട്ടെന്നുള്ള താപനില വ്യതിയാനം മസ്തിഷ്കത്തിന് ഉറങ്ങാനുള്ള കൃത്യമായ സന്ദേശം നൽകും. വെറും ഒരു കുളിയിലൂടെ ശരീരത്തിന്റെ താപനിലയെ ശാസ്ത്രീയമായി ക്രമീകരിച്ച് ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ ഈ പ്രക്രിയ സഹായിക്കും. ഉത്കണ്ഠകളെ അകറ്റി മനസ്സിനെ ശാന്തമാക്കുക ശാരീരികമായ തയ്യാറെടുപ്പുകൾ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മാനസികമായ ശാന്തത. അനാവശ്യ ചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ഉത്കണ്ഠകളും മനസ്സിൽ നിറച്ചു വെച്ചുകൊണ്ട് കിടക്കയിലേക്ക് പോകുന്നതാണ് പലരുടെയും ഉറക്കം കെടുത്തുന്നത്. മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ ശരീരം കടുത്ത ക്ഷീണത്തിലാണെങ്കിൽ പോലും ഉറക്കം നമ്മിൽ നിന്ന് അകന്നു നിൽക്കും. ഇതിന് പരിഹാരമായി ഉറങ്ങുന്നതിന് മുൻപ് മനസ്സിനെ ഉത്കണ്ഠകളിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. വളരെ ലളിതമായ പുസ്തക വായനയോ ശാന്തമായ സംഗീതം ആസ്വദിക്കുന്നതോ പോലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കും. മൊബൈൽ സ്ക്രീനുകളിൽ നിന്നുള്ള നീല വെളിച്ചം പൂർണ്ണമായും ഒഴിവാക്കി മനസ്സിനെ ഒരു ധ്യാനാവസ്ഥയിലേക്ക് നയിക്കുന്നത് സുഖനിദ്രയ്ക്ക് വഴി തുറക്കും. മെലാറ്റോണിൻ ഉൽപാദനവും മുറിയുടെ അന്തരീക്ഷവും. അവസാനമായി നാം ഉറങ്ങുന്ന കിടപ്പുമുറിയുടെ അന്തരീക്ഷം ഉറക്കത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഡോക്ടർ ചൂണ്ടിക്കാണിക്കുന്നു. പൂർണ്ണമായും ഇരുണ്ടതും തണുപ്പുള്ളതുമായ ഒരു മുറിയാണ് നല്ല ഉറക്കത്തിന് ഏറ്റവും അനുയോജ്യം. ഇരുണ്ട അന്തരീക്ഷം ശരീരത്തിൽ മെലാറ്റോണിൻ എന്ന ഉറക്ക ഹോർമോണിന്റെ ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. മുറിയിലെ ചെറിയ വെളിച്ചം പോലും ഈ ഹോർമോണിന്റെ ഉൽപാദനത്തെ തടസ്സപ്പെടുത്താം. അതോടൊപ്പം തന്നെ മുറിയിലെ തണുത്ത അന്തരീക്ഷം ശരീരത്തിന്റെ താപനില സ്വാഭാവികമായി കുറയ്ക്കാനും സഹായിക്കുന്നു. ഈ 4 കാര്യങ്ങൾ, കൃത്യസമയത്തുള്ള ഭക്ഷണം, ഇളം ചൂടുവെള്ളത്തിലെ കുളി, ശാന്തമായ മനസ്സ്, ഇരുണ്ട തണുത്ത മുറി, നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കിയാൽ ഉറക്കമില്ലായ്മ എന്ന പ്രതിസന്ധിയെ നമുക്ക് പൂർണ്ണമായി മറികടക്കാൻ സാധിക്കും.